നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊന്നിൻ കുരിശുകളുമായുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തോടെ പാവർട്ടി തിരുനാളിന് സമാപനം. യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് സമാപനം കുറിച്ച് പൊന്നിൻ കുരിശുകളും മുത്തുക്കുടകളുമായി തിരുസ്വരൂപം വഹിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. പോർക്കുളം പഞ്ചായത്തിലെ പൊതുക്കുളങ്ങൾ നവീകരിക്കുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപേ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ കരാറുകാർ. കാലവർഷം നേരത്തെ എത്തും. ഈ മാസം 17-ന് കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ശക്തമാകുവാനും സാധ്യത. വാർത്തകൾ വിശദമായി. പൊന്നിൻ കുരിശുകളുമായുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തോടെ പാവറട്ടി തിരുനാളിന് സമാപനം. യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് സമാപനം കുറിച്ച് പൊന്നിൻ കുരിശുകളും മുത്തുകുടകളുമായി തിരുസ്വരൂപം വഹിച്ച് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. പ്രാർത്ഥനാസ്തുതികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പ്രത്യേകം അലങ്കരിച്ച രൂപക്കൂട്ടിലാണ് യൗസേ പിതാവിന്റെയും കന്യകാമറിയത്തിന്റെയും പത്രോസ്ലേഹായുടെയും തിരുസ്വരൂപങ്ങൾ പ്രദക്ഷിണവീതിയിലൂടെ എഴുന്നള്ളിച്ചത്. പ്രദക്ഷിണത്തിൽ ഇടവകയിലെ 81 കുടുംബ യൂണിറ്റുകളുടെ പ്രസിഡന്റുമാർ പൊന്നിൻ കുരിശുകൾ കൈകളിലേന്തിയുള്ള പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നും അന്തോണീസിന്റെ കപ്പേളയിലെത്തി തിരിച്ച് ദേവാലയത്തിൽ പ്രവേശിച്ച് സമാപനം കുറിച്ചു. ബാൻഡ് വാദ്യങ്ങളുടെയും ലില്ലിപ്പൂ കൈകളിലേന്തിയ കുട്ടികളുടെയും അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണം ഭക്തജനങ്ങളെ ആധ്യാത്മിക നിർവൃതിയിൽ ധന്യരാക്കി. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഇംഗ്ലീഷ് കുർബാനയും വൈകിട്ട് 3-ന് തമിഴ് കുർബാനയും ഉണ്ടായിരുന്നു. രാവിലെ 10-നു നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യകാർമ്മികനായി. ഫാദർ അലക്സ് മരോട്ടിക്കൽ സന്ദേശം നൽകി. തിരുനാൾ കുർബാനയിലും പ്രദക്ഷിണത്തിലും 10,000 പങ്കെടുത്തു. വൈകിട്ട് 7-ന് നടന്ന പാട്ടുകുർബാനയ്ക്കു ശേഷം വടക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ ഫാൻസി വർണ്ണമഴ മാനത്ത് മഴവില്ലഴകു വിരിച്ച് വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തു. വിവിധ സമുദായങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വളയെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചതോടെ യൗസേ പിതാവിന്റെ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ഭക്തിനിർഭരമായ പരിസമാപ്തിയായി. തിരുനാളിന് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ നിവിൻ കുരുതുകുളങ്ങര, കൈക്കാരന്മാരായ OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സേവ്യർ അറക്കൽ, ജോബി ഡേവിഡ്, PRO റാഫി നീലങ്കാവിൽ, CV സേവ്യർ, ജോൺ O പുലിക്കോട്ടിൽ, ബൈജു ലൂവിസ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ 149-ാം തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കൂടുതുറക്കൽ ഭക്തിനിർഭരമായി. ശുശ്രൂഷകൾക്ക് രാമനാഥപുരം രൂപത ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് കാർമ്മികനായി. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് നടന്ന സമൂഹബലിക്ക് തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യ കാർമ്മികനായി. ഇടവകാംഗങ്ങളായ വൈദികർ സഹകാർമ്മികരായി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസേ പിതാവിന്റെയും വിശുദ്ധ പത്രോസിന്റെയും തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിന്റെ മുഖമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചുവെച്ചു. തുടർന്നാണ് തിരുനാളിന്റെ സവിശേഷ ചടങ്ങായ കൂടുതുറക്കൽ നടന്നത്. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച ആഘോഷമായ പാട്ടുകുർബാനയും ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. തിരുനാളിന് തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ നിവിൻ കുരുതുകുളങ്ങര, കൈക്കാരന്മാരായ OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, മറ്റു ഭാരവാഹികളായ സേവിയർ അറക്കൽ, PRO റാഫി നീലങ്കാവിൽ, CV സേവ്യർ എന്നിവർ നേതൃത്വം നൽകും. മറ്റു വാർത്തകൾ. CCTV ഡയറക്ടർ ബോർഡ് അംഗം ഷാജി വി ജോസിന്റെ പിതൃ സഹോദരൻ ആർത്താറ്റ് പരേതനായ വാഴപ്പള്ളി ചാക്കുമകൻ ആന്റണി ചാക്കോ നിര്യാതനായി. 84 വയസ്സായിരുന്നു. കൊച്ചു ത്രേസ്യ ടീച്ചർ ഭാര്യയും ഷൈൻഡി, ഷൈജി, ജോഫി എന്നിവർ മക്കളുമാണ്. സംസ്കാരം ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. CCTVക്ക് വേണ്ടി ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് പുഷ്പചക്രം സമർപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PM സോമൻ, V ശശികുമാർ, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംബന്ധിച്ചു. ഭക്തിഗാനരചന, കഥകളി, നാടക നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭയായിരുന്നു ആന്റണി ചാക്കോ. 200-ലേറെ ഭക്തിഗാനങ്ങൾ രചിച്ച് സ്വന്തമായി ചിട്ടപ്പെടുത്തി ആലപിച്ച അദ്ദേഹത്തിന്റെ കലാജീവിതം പക്ഷേ വേണ്ടത്ര രീതിയിൽ അറിയപ്പെട്ടിരുന്നില്ല. അധികമാരും കൈവയ്ക്കാത്ത കഥകളി സ്വന്തമായി ചിട്ടപ്പെടുത്തിയ അദ്ദേഹം പഠനകാലത്ത് റാണി മരിയ എന്ന നാടകം എഴുതുകയും സ്കൂളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടകങ്ങൾ രചിക്കുക മാത്രമല്ല, അരങ്ങിൽ കഥാപാത്രങ്ങളെ അനശ്വരമാക്കുകയും ചെയ്തു.
നാരായണൻ നമ്പ്യാർ, ഗോപി ആശാൻ, സെയ്താലി മരക്കാർ എന്നീ പ്രഗത്ഭരായ ആശാന്മാരുടെ ശിക്ഷണത്തിലായിരുന്നു കളരി അഭ്യാസം. അഗ്രികൾച്ചറിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും ആ മേഖലയിൽ തുടരാതെ ഓട്ടോമൊബൈൽ രംഗത്തേക്ക് തിരിഞ്ഞു. പഠനം പൂർത്തിയാക്കിയ ശേഷം 35-ാം വയസ്സിൽ ഗൾഫിലെത്തി. പിന്നീട് 2 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസ ജീവിതം. പിന്നീട് നാട്ടിൽ വന്ന് കോർ ഗ്രൂപ്പിൽ ചേർന്ന ശേഷമാണ് ഗാനരചന ആരംഭിക്കുന്നത്. ക്രിസ്ത്യൻ ദർശനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കലാസപര്യയുടെ പ്രചോദനം. 200-ൽ ഏറെ ക്രിസ്തീയ ഗാനങ്ങൾ എഴുതിയതിനു പുറമെ യേശുവിന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള പീഡാനുഭവങ്ങളുടെ ചരിത്രമടങ്ങിയ ഓട്ടൻതുള്ളൽ അഞ്ഞൂർ പള്ളിയിലും വിവിധ വേദികളിലും അവതരിപ്പിച്ചു. ആത്മീയതയുടെയും കലയുടെയും വഴികളിലൂടെ സ്വജീവിതം ധന്യമാക്കിയ കലാപ്രതിഭയാണ് ഓർമ്മയാകുന്നത്. തൊഴിലാളികളെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന ലേബർ കോഡുകൾ ഉൾപ്പെടെ പിൻവലിക്കണമെന്നും തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മെയ് 20-ന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചാവക്കാട് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുതുവട്ടൂർ റെഡ് ഹൌസിൽ ചേർന്ന കൺവെൻഷൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ വൈസ് പ്രസിഡന്റ് TS ദാസൻ അധ്യക്ഷനായി. കോർഡിനേഷൻ കൺവീനർ KC സുനിൽ സ്വാഗതവും KS വിഷ്ണു നന്ദിയും പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ നവീകരിക്കുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ. മഴവെള്ളം സംഭരിക്കാനും ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുമായി 7 പൊതുകുളങ്ങളാണ് നവീകരിക്കുന്നത്. 6 കുളങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും 1 കുളം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുമാണ് നവീകരിക്കുന്നത്. പട്ടിത്തടം കോഴിക്കുളം, അഗതിയൂർ റാക്കുളം, നോങ്ങല്ലൂർ കലവർണക്കുളം, കല്ലഴിക്കുന്നിലെ ത്ലാച്ചക്കുളം, അണ്ടിത്തോട്ടിലെ കോതക്കുളം, തിരുത്തിക്കാട് മൊയ്ക്കുളം എന്നിവയാണ് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധരിക്കുന്നത്. ഈ കുളങ്ങൾക്കായി 3.20 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയ്ക്ക് അക്കിക്കാവിലെ പോട്ടക്കുളവും നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. കുളത്തിലെ ചെളി നീക്കി ആഴം കൂട്ടുകയും ചുറ്റും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുകയും കുളത്തിനോട് ചേർന്ന് നടപ്പാത നിർമ്മിക്കാനുമുള്ള പദ്ധതിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പദ്ധതി പൂർത്തിയായാൽ കാർഷിക മേഖലയ്ക്ക് ഗുണവും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരവുമാകും. ഇതോടൊപ്പം നീന്തൽ പരിശീലനത്തിനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. നെല്ലുവായി ഗ്രാമീണ വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ കളരിയും വർണ്ണക്കൂടാരവും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം രാജൻ അലവത്തൂർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. ലൈബ്രറിയൻ രുക്മണി ചന്ദ്രന് യാത്രയപ്പ് നൽകി വായനശാലയുടെ ഉപഹാരം സമ്മാനിച്ചു. കുട്ടികളുടെ വായനാ മത്സരം, വിവിധ കലാമത്സരങ്ങൾ എന്നിവ ഉണ്ടായി. സെക്രട്ടറി അജു നെല്ലുവായ്, ബാലവേദി കോർഡിനേറ്റർ S കണ്ണൻ മാസ്റ്റർ, KN ഉണ്ണികൃഷ്ണൻ, പ്രദീപ് നെല്ലുവായ്, ഐശ്വര്യ രമേശ്, മാളവിക ഉണ്ണികൃഷ്ണൻ, സ്മിത രമേശ്, രുക്മണി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ കാലവർഷം മെയ് 13ഓടെ തെക്കൻ ആൻഡമാൻ കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർന്നുള്ള 4-5 ദിവസത്തിനുള്ളിൽ തെക്കൻ അറബിക്കടൽ, മാലദ്വീപ്, കൊമേറിയൻ മേഖലയുടെ ചില ഭാഗങ്ങൾ, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കാലവർഷം വ്യാപിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മെയ് 27-ന് കേരളത്തിലെത്താൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ ആവാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 31-നായിരുന്നു കാലവർഷം ആരംഭിച്ചത്. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ വേനൽമഴ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പെരുമ്പ്ലാവ് പരുവക്കുന്ന് നൂറുൽ ഹുദ മദ്രസയിൽ ലഹരി വിരുദ്ധ സംഗമം നടത്തി. ലഹരിക്കെതിരെ ഉണരുക എന്ന ആഹ്വാനവുമായി പരുവക്കുന്ന് മുസ്ലിം മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മദ്രസ അങ്കണത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തിയ സംഗമം പ്രശസ്ത കൗൺസിലറും പരിശീലകനുമായ MR ഷക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. മഹല്ല ഖത്തീബ് അബ്ദുറഹ്മാൻ ബാക്കവി അധ്യക്ഷത വഹിച്ചു. മഹല്ല സെക്രട്ടറി VK ഷഫീഖ് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല പ്രസിഡന്റ് CK സുലൈമാൻ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് ഉവൈസ് പ്രാർത്ഥന നിർവഹിച്ചു. ഹുസൈൻ ചുങ്കത്ത്, KV കബീർ, PM ഷക്കീർ N തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറി. പാവർട്ടി സെന്റ് ജോസഫ് ഗോവേന്ദാശ്രമം പ്രിയോർ ജനറൽ ഫാദർ ജോസഫ് ആലപ്പാട്ട് CMI കൊടിയേറ്റം നടത്തി. ഇടവക വികാരിയും തിരുനാൾ കമ്മിറ്റി ചെയർമാനുമായ ഫാദർ സെബി ചിറ്റാട്ടുകര തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികനായി. തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സപ്ലിമെന്റിന്റെ പ്രകാശനവും നടന്നു.
കൈക്കാരന്മാരായ ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ആന്റോ എൽ പുത്തൂർ, ജിഷോ എസ് പുത്തൂർ, കൺവീനർ എം സ്റ്റീഫൻ ജോസ്, തോംസൺ വെള്ളറ, ക്രിസ്റ്റഫർ ജോസഫ്, ടി.എ. കുര്യാക്കോസ് എന്നിവർ നേതൃത്വം നൽകി. മെയ് 16, 17, 18, 19 തീയതികളിലായാണ് സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. 16-ാം തീയതി തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും 17-ാം തീയതി രാവിലെ വിശുദ്ധ കുർബാനയ്ക്കും തിരുകർമ്മങ്ങൾക്കും ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷയും പ്രസുതേന്തി വാഴ്ചയും, തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, തിരുശേഷിപ്പ്, കിരീടം എന്നിവയുടെ വിതരണവും, വൈകിട്ട് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ സമാപനവും സംയുക്തമേളവും വർണ്ണമഴയും ഉണ്ടാകും. 18-ാം തീയതി രാവിലെ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും സന്ദേശവും, വൈകിട്ട് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും, തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. 19-ാം തീയതി രാവിലെ ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. പട്ടാമ്പിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. പട്ടാമ്പി നമ്പ്രം ഭാഗത്തു നിന്നാണ് ചാക്കിൽ കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി നമ്പ്രം റോഡിൽ ഭാരതപ്പുഴയ്ക്ക് സമീപത്തു നിന്നാണ് വൻ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. ഉപേക്ഷിച്ച നിലയിൽ കണ്ട ചാക്ക് നാട്ടുകാർ പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് പട്ടാമ്പി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധന നടത്തി. 10 കിലോ 122 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയത്. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ എത്തിച്ചതാകാം ഇതെന്നാണ് നിഗമനം. കച്ചവടക്കാർക്ക് കൈമാറുന്നതിനായി കഞ്ചാവ് ശേഖരമുള്ള ചാക്ക് ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന രീതിയും മാഫിയ സംഘങ്ങൾക്കുള്ളതായാണ് ലഭിക്കുന്ന വിവരം. കണ്ടെത്തിയ കഞ്ചാവ് പട്ടാമ്പി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് ശേഖരം എത്തിച്ച പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണവും ആരംഭിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഇങ്ക് കൾച്ചറൽ ഫോറത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഇങ്ക് കൾച്ചറൽ ഫോറം സെക്രട്ടറി KK അലിയിൽ നിന്ന് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രഷറർ MS സൂരജ്, വൈസ് പ്രസിഡന്റ് അരുൺ വട്ടമാവ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MR രാഗേഷ്, സുധിൻ എന്നിവർ പങ്കെടുത്തു. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടത്തിയ ചടങ്ങ് മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാറും തൊഴിയൂർ ICA കോളേജ് അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുൾ റസാഖ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. വിവിധ മേഖലകളുടെ സാധ്യതകൾ, കോഴ്സുകൾ തുടങ്ങിയ വിഷയത്തിൽ തൃശൂർ ബോയ്സ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അൻഫൻസ് അറക്കൽ സംസാരിച്ചു. മഹല്ല് സെക്രട്ടറി വലിയവളപ്പിൽ ഷഫീഖ്, കമ്മിറ്റി ഭാരവാഹികൾ, മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI ഒരുമനിയൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, PK രാജേശ്വരൻ, IK ഹൈദരാലി, ഗീതാരാജൻ എന്നിവർ സംസാരിച്ചു. മനോജ് പൂന്തറ, MP നൈഷാം എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി രാജേഷ് ഒരുമനിയൂർ, അസിസ്റ്റന്റ് സെക്രട്ടറി RK ഷിജിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. കുന്നംകുളം ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, കളഭാഭിഷേകം എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അഗ്നിശർമ്മൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. കരിക്കാട് ബട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദിയും മെഡ്കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും സംയുക്തമായി സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേന രൂപീകരണവും നടത്തി. മഹാത്മാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് KK രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് പോർക്കുളം പഞ്ചായത്ത് ഹോമിയോ ഡോക്ടർ സ്മിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മെഡ്കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ ധനിത ഷാജി, PV സുധീഷ്, കവിത പ്രേംരാജ്, നിവാഷ്, രതീഷ് PK എന്നിവർ സംസാരിച്ചു. 100-ലധികം പേർ ഉൾപ്പെടുന്ന രക്തദാന സേന ഗ്രൂപ്പും രൂപീകരിച്ചു. മെയ് 11 ലോക മാതൃദിനം. അമ്മയുടെ സ്നേഹവും കരുതലും ലോകം നന്ദിയോടെ സ്മരിക്കുന്ന ദിനം. സ്നേഹത്തിന്റെ അമ്മക്കിളിക്കൂടൊരുക്കി ലോകം മാതൃദിനം ആഘോഷിച്ചു. ആ സമം അമ്മ വാക്കുപഠിച്ചു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. മാതാവ്, ജനനി, തായി, അംബിക, പര്യായ പദങ്ങൾ ഏറെയുണ്ടെങ്കിലും ജീവിതത്തിൽ പകരം വെക്കാനാകാത്ത ഒരാളാണ് അമ്മ. വാക്കിലൊതുങ്ങാത്ത ലോകം. പൊക്കിൾക്കൊടിയിൽ തുടങ്ങുന്ന ആ സ്നേഹബന്ധം ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു. തിരക്കേറിയ ജീവിതയാത്രയിൽ അമ്മയ്ക്കായി മാറ്റിവെക്കാനും
സ്നേഹസമ്മാനങ്ങൾ നൽകാനും ഒരു ദിവസം. മാതൃദിനത്തിന്റെ ലക്ഷ്യം അതാണ്. 1908 അമേരിക്കക്കാരിയായ അന്ന ജാവിസ് ആണ് ആദ്യമായി മാതൃദിനാഘോഷം സംഘടിപ്പിച്ചത്. ആഭ്യന്തര യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് പരിചരണം നൽകുന്നതിനായി മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകൾ സ്ഥാപിച്ച സമാധാന പ്രവർത്തകരായിരുന്ന അമ്മ ആൻ റീവ്സ് ജാവിസിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന ഈ പരിപാടി സംഘടിപ്പിച്ചത്. തന്റെ കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടിയുള്ള അമ്മയുടെ സമർപ്പണത്തിനും ത്യാഗത്തിനും ആദരാഞ്ജലി അർപ്പിക്കുക എന്നതായിരുന്നു അന്ന ജാവിസിന്റെ ലക്ഷ്യം. അങ്ങനെ 1914 എല്ലാ മെയ് മാസത്തിലും 2ാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കണമെന്ന പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഒപ്പുവെച്ചു. അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ മാതൃദിനം ആഘോഷിച്ചു തുടങ്ങിയത്. എല്ലാ തെറ്റുകളും പുറത്ത് ക്ഷമയോടെ താങ്ങും തണലുമായി മാതാപിതാക്കളെ തെരുവിലുപേക്ഷിക്കുന്ന കാലത്ത് ഈ മാതൃദിനം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിൽ മാതാപിതാക്കളെ നമുക്ക് കരുതലോടെ പരിപാലിക്കാം, സ്നേഹത്തോടെ ചേർത്തു നിർത്താം. പുന്നൂക്കാവ് വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ലെൻസ് ആർട്സ് ഓപ്റ്റിക്സും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച പുന്നൂക്കാവ് സെന്ററിൽ നടത്തിയ ചടങ്ങിൽ റെറ്റിന, തിമിര രോഗ നിർണയം, കണ്ണട ഒഴിവാക്കാനുള്ള നാസിക് ചികിത്സാ പരിശോധന, ഫാമിലി ഹെൽത്ത് പ്രിവിലേജ് കാർഡ്, ഗ്ലൂക്കോമ നിർണയം എന്നിവ ഒരുക്കിയിരുന്നു. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷനുമായി സഹകരിച്ചാണ് നേത്ര ചികിത്സാ ക്യാമ്പ് ഒരുക്കിയത്. PRO ജിത്തുവിന്റെ നേതൃത്വത്തിൽ ഒപ്റ്റിമെട്രിസ്റ്റ് PV ഐശ്വര്യ ചികിത്സാ ക്യാമ്പിന് നേതൃത്വം നൽകി. വാരിയേഴ്സ് ക്ലബ്ബ് അംഗങ്ങളായ രക്ഷാധികാരി നസീർ പുന്നൂക്കാവ്, സെക്രട്ടറി KP സഹിൻ ഷാ, പ്രസിഡന്റ് TP ആദിൽ, P ദിലു, നിഷ, മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ മുളയൻകാവ് കാളവേല തിങ്കളാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ചയാണ് വലിയ പൂരം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന വള്ളുവനാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ് ബോധിക്ഷേത്രം. ക്ഷേത്രത്തിലെ വലിയ കാളവേല നാളെ ആഘോഷിക്കും. 10 തറ 4 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷം. മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് വലിയ കാളവേലയും വലിയ പൂരവും ആഘോഷിക്കുന്നത്. പുറമത്ര ദേശത്തിന്റെ വകയാണ് വലിയ കാളവേല. രാവിലെ കാളവേല കൊട്ടിയറിയിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരം സംഗീതാർച്ചന, രാത്രി ഡബിൾ തായമ്പുക, രാത്രി 11 മണി മുതൽ കാളപ്രദക്ഷിണം, തുടർന്ന് കാളയിറക്കം, തോൽപ്പാവക്കൂത്ത് എന്നിവയും അരങ്ങേറും. 100 ഇണക്കാളകളാണ് മുളയങ്കാവ് കാളവേലയിൽ അണിനിരക്കുക. തിങ്കളാഴ്ചയാണ് വലിയ പൂരം. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പൂരം കൊട്ടിയറിയിക്കൽ, ഉച്ചയ്ക്ക് ശേഷം താലം നിരത്തിയുള്ള തേരെഴുന്നള്ളിപ്പ്, പഞ്ചാരി മേളം, പരമ്പരാഗത വേലവരവ്, വെളിച്ചപ്പാടന്മാരുടെ നൃത്തം, അരിയറ് തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. മേടമാസ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും നടത്തി വന്നിരുന്നു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചുങ്കത്ത് പാറേക്കാട്ട് വരദച്ചന്റെ 111ാം ശ്രാദ്ധാചരണത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. ചടങ്ങിൽ വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഉക്കൻ, ജനറൽ കൺവീനർ പോളി KP, ട്രസ്റ്റിമാരായ ബാബു VK, സെബി താണിക്കൽ, ഡേവിസ് CK, ഫിനാൻസ് കൺവീനർ വിൻസെന്റ് CK, പബ്ലിസിറ്റി കൺവീനർ ജെയ്സൺ നീലങ്കാവിൽ, PRO ജോബ് C ആൻഡ്രൂസ് എന്നിവർ പങ്കെടുത്തു. ജൂൺ 8-നാണ് ശ്രാദ്ധാചരണം. ഐക്യം, അതിജീവനം, അഭിമാനം എന്ന പ്രമേയത്തിൽ മെയ് 20, 21 തീയതികളിൽ വടക്കേക്കാട് നടക്കുന്ന MSF ഗുരുവായൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് അജ്മൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ, സെക്രട്ടറി നാസിഫ്, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി സൈനുൽ ആബിദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് TR ഇബ്രാഹിം, ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ, MSF മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മെയ് 20-ന് വൈകിട്ട് 4 മണിക്ക് നായരങ്ങാടി മുതൽ വടക്കേക്കാട് വരെ 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. 21-ന് വടക്കേക്കാട് സോഷ്യൽ എംപവർമെന്റ് ഹാളിൽ പ്രതിനിധി സമ്മേളനവും ഉണ്ടാകും. സൗത്ത് ഇന്ത്യ തല ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ വടക്കേക്കാട് ട്രഡീഷണൽ ഷോട്ടോക്കൻ കരാത്തെ റിയു ഫെഡറേഷൻ ടീമിന് മിന്നും വിജയം. JA ഷിറ്റോറി സംഘടിപ്പിച്ച 2ാമത് സൗത്ത് ഇന്ത്യ തല കരാത്തെ ചാമ്പ്യൻഷിപ്പിലാണ് ടീമിലെ വിദ്യാർത്ഥികൾക്ക് മിന്നും വിജയം സ്വന്തമാക്കാനായത്. ഊട്ടിയിൽ വെച്ചായിരുന്നു ചാമ്പ്യൻഷിപ്പ്. മുഖ്യ പരിശീലകൻ ഷാജഹാൻ വടക്കേക്കാടിന്റെ കീഴിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ കത്ത കുമിത്ത ഗ്രേഡ് 1-ൽ 14 സ്വർണ്ണ മെഡലും 8 വെള്ളിയും 8 വെങ്കലവും സ്വന്തമാക്കി. ടൂർണമെന്റിലെ മികച്ച ടീമായി TSKF വടക്കേക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടു. ടീൻ ഇന്ത്യ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ തക്സീൻ വിനോദ വിജ്ഞാന ദ്വിദിന ക്യാമ്പ് ആരംഭിച്ചു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K ഷംസുദ്ദീൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ടീം ഇന്ത്യ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ബാബു നസീർ അധ്യക്ഷത വഹിച്ചു. മലർവാടി ജില്ലാ കോർഡിനേറ്റർ ഐ മുഹമ്മദ് അലി, SIO തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാജി മുഹമ്മദ്, ടീം ഇന്ത്യ തൃശൂർ ജില്ലാ ക്യാപ്റ്റൻ A. ഫവാസ്, ട്രഷറർ PH ഹാഷിം, ആബിദ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് പരിശീലകൻ MK ഫാസിൽ ക്ലാസ് എടുത്തു. TA നദ, MK ഷഹരിയാർ എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. ഫാത്തിമ, താജുദ്ദീൻ മൗലവി, സാദിഖ് കണ്ടത്തോട്, ജാസ്മിൻ MH, കെൻസ സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ചർമ്മം മുൻ പൊന്നാനി MLA പരേതനായ പുന്നൂർക്കുളം പയ്യൂരയിൽ ഹൈദരാസ് ഹാജിയുടെ മകനും പുന്നൂർക്കുളം GMLP സ്കൂളിനടുത്ത് താമസിക്കുന്ന മുസ്തഫ കമാൽ നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം കോറോത്തയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ബേബി, ഖദീജ ഭാര്യയും യഷിൻ, യഫ്ഷിൽ എന്നിവർ മക്കളുമാണ്. തെത്താല ഹൈസ്കൂൾ പരിസരത്ത് താമസിക്കുന്ന മേനോത്ത് വളപ്പിൽ ശിവദാസൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. വസന്തകുമാരി ഭാര്യയും വരുൺ, പരേതയായ വന്ദന എന്നിവർ മക്കളുമാണ്. സംസ്കാരം തൃത്താല ഹൈസ്കൂൾ പരിസരത്തെ നീളാതീര ശ്മശാനത്തിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പൊന്നിൻ കുരിശുകളുമായുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തോടെ പാവറട്ടി തിരുനാളിന്റെ സമാപനം. യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന്റെ സമാപനം കുറിച്ച് പൊന്നിൻ കുരിശുകളും മുത്തുക്കുടകളുമായി തിരുസ്വരൂപം അയച്ച് നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരുന്ന പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. പോർക്കുളം പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ നവീകരിക്കുന്നു. കാലവർഷം എത്തുന്നതിന് മുൻപേ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ കരാറുകൾ. ഇത്തവണ മഴ നേരത്തെ എത്തും. കാലവർഷം ഈ മാസം 27-ന് കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ശക്തമാകാനും സാധ്യത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in.